എനിക്ക് വേറെ ശൈഖിന്റെ ആവശ്യമില്ലടോ. ചാപ്പള്ള പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുമായി സംസാരിച്ച ഞങ്ങളൊരു ശൈഖിനെ പറ്റി. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എന്റെ മുറബ്ബി സംസുല്ലമയാണ്, എനിക്ക് വേറെ ശൈഖിനെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. അത്രയേറെ സംസുല്ലമയമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിച്ച മഹാനായ സയ്യിദുൽ ആ സയ്യിദുൽ പിന്നിൽ നമ്മൾ അടിയുറച്ചു നിൽക്കേണ്ട ആവശ്യം വളരെയേറെയുണ്ട്. പ്രത്യേകിച്ചും ദക്ഷിണ കന്നഡ ജില്ലക്കാരായ നമ്മൾ ഇവിടെ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്തക്കുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പല വിഭാഗക്കാരുമുണ്ട്. അവരെ തിരിച്ചറിയാൻ സമുദായത്തിന് കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം ഇവിടെ സമസ്ത നിൽക്കണം, ഇവിടെ സമസ്ത നിലനിൽക്കണം. ഞങ്ങൾ അതിനു വേണ്ടി അവരുമായി സംസാരിക്കും. അവർ ഒരു പക്ഷേ ഈ സത്യം മനസ്സിലാക്കി സമസ്തയുടെ പിന്നണി നിന്നില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തെളിയിച്ചു കൊടുക്കും. അവരെ നഗ്നമായി അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും. ആരാണ് സമസ്തക്കാർ, ആരാണ് സമസ്തക്ക് വിരുദ്ധമുള്ളവർ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ಪ್ರವಾದಿ ಪ್ರಕೀರ್ತನೆಗಳಿಂದ ಹಲವಾರು ಆಶಿಕೆಗಳನ್ನ ಮದೀನದ ಮಂಡಿಗೆ ತಲುಪಿಸಿದಂತಹ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಇಶ್ಕ್ ಮಜ್ಲಿಸ್ ನೇತಾರರು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಸಂಗಮಿಸಿದಾರ್ಥ ಮಾಡಿ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪ್ರೀತಿಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೀವಿ. സമയം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാലമാണ് ഈ സമയത്ത്. കാരണം 10 മണിക്ക് പരിപാടി ഏതായാലും നിർത്തണം. അതുകൊണ്ട് മസ്കിൻ അജീസിന്റെ ആൾക്കാരൊക്കെ എത്തിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്തയുടെ 100ാം വാർഷികം ഇൻഷാ അല്ലാഹ് നടക്കുന്ന സമയത്ത് ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂക എന്ന് ഖുർആൻ പറഞ്ഞു. തബൂക്ക് യുദ്ധത്തോടുകൂടി 80 ചില്ലാണം ആൾക്കാരുടെ തനിനിറം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഈമാനിന്റെ ആ പാത ഉൾക്കൊണ്ടിരുന്ന സ്വഹാബത്തിന്റെ കൂടെ നിന്നവർ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞ തബൂക്കോട് കൂടിയാണ്. എന്നാൽ മഹാനായ ശൈഖുനാ ശംസുല്ലമ പറഞ്ഞു, എറണാകുളം സമ്മേളനത്തോടുകൂടി പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന്. എന്നാൽ ഇൻഷാ അല്ലാഹ് 100ാം വാർഷികത്തോടുകൂടി പലരുടെയും തനിനിറം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതാണ് ഇന്ന് പലരും സമസ്തക്ക് വേണ്ടി ഒരുപാട്